അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 സെന്റ് സ്ഥലത്തെ 1480 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 നില 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്, കിഡിലൻ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. തൊട്ടടുത്തൊക്കെ ഇവിടെയൊക്കെ വീടുകളുണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് സാധാരണ ഓപ്പൺ കിണറുള്ളത്, നാടൻ കിണറുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. നല്ലൊരു സൂപ്പർ ഏരിയ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷന്, അതുപോലെ തന്നെ ഇതിൻ്റെ വില, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. നല്ല വൃത്തിയുള്ള ഒരു വീട് തന്നെയാണ്. ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഇതുണ്ട്, ഒരുപാട് ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബീമിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ സൺഷെയ്ഡിൻ്റെ അടിയിലൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലൈക്കൊക്കെ തരിക. ഇനി ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ 2 ഭാഗവും നല്ല ഷോവാളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് മുകളിൽ വെച്ചിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. അതുപോലെ തന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിലുള്ള സെറാമിക് ടൈലാണ്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. ഇൻ്റർലോക്ക് പതിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഷോ കൂടി 3-4 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള മുറ്റുണ്ട് ഫ്രണ്ട് ഭാഗത്ത്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറൊന്നുമല്ല, തേക്കിലാണ്. ഒരു കോട്ടും കൂടെ പോളിഷ് അതിൻ്റെ മുകളിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. ഫസ്റ്റ് കയറി വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോർണർ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫാൻസി ലൈറ്റ്സ് ഉണ്ട്. ഇതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സ് ആയിക്കോട്ടെ, വാൾ ലൈറ്റ് ആയിക്കോട്ടെ, ഒരുപാട് നല്ല ഭംഗിയുള്ള ഫാൻസി ലൈറ്റ്സൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ ഷോക്കേസിൻ്റെ ഉൾഭാഗത്ത് ഇവിടെയൊക്കെ ലൈറ്റുകളുണ്ട് കേട്ടോ. ഈ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക്, വലിയ ഹാളിലേക്ക് ചെറിയ ഈ ഭാഗത്തിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഷോവാള കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ക്രീം കളറിലുള്ള 4x2 സൈസുള്ള സെറാമിക് ടൈലാണ്. ഈ ഹാളിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പാർട്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ്, വലിയൊരു ഹാളാണ്. ഏകദേശം 1480 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അടിഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്, മുകൾ ഭാഗത്ത് 1 ബെഡ്റൂം, 2 കോമൺ ബാത്റൂമാണുള്ളത്. ബാത്റൂമൊക്കെ നല്ല സെറ്റപ്പാട്ടോ. അതുപോലെ തന്നെ ഹാളിൽ നിന്നുള്ള സ്റ്റെയറാണിത്. സ്റ്റെയറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ചുമരിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇവിടെയൊക്കെ നല്ല ലൈറ്റ്സ്, നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൽ വരുന്നത് ഗ്രാനൈറ്റിലാണ്. ചവിട്ടുന്ന ഭാഗം ഗ്രാനൈറ്റിലാണ്. അതുപോലെ തന്നെ ഹാൻഡ് റെയിലൊക്കെ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്താണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബോക്സ് ലുക്കിലുള്ള വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം മിററൊക്കെ നല്ല ഫാൻസി മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാളിലൊരു ബാത്റൂം വരുന്നുണ്ട്, ഒരു കോമൺ ബാത്റൂം. ഈ ബാത്റൂമിനൊരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് ബാത്റൂമിൻ്റെ ഡോർ തുറന്നാൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ടാപ്പ്, അതിൻ്റെ അടിയിലൊരു സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. ചുമരൊക്കെ മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് 2ാമത്തെ ഡോറ് തുറന്നിട്ടാണ് നമ്മുടെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, ചുടുവെള്ളത്തിന് പച്ചവെള്ളത്തിനൊക്കെ സെപ്പറേറ്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിനുണ്ട്. ചുമര് മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിൻ്റെ ഞാൻ ഇവരുടെ അടുത്ത് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ മുസ്ലിം ആളുകളുള്ള താമസിക്കുന്നൊരു വീടാണ്.
അപ്പോൾ ഈ ഭാഗത്ത് ഫസ്റ്റ് കയറി വരുന്ന അവിടെ ഒന്നും എടുക്കാനുള്ളൊരു സൗകര്യം. അപ്പോൾ മറ്റുള്ള ബാത്റൂമായിട്ടൊരു ടച്ച് ഉണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും ഇത് എടുത്തിട്ട് ഈ ബെഡ്റൂമിൽ നിന്നൊരു എൻട്രൻസ് ആ ബാത്റൂമിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് അറ്റാച്ച്ഡായി ഫസ്റ്റ് കാണുന്ന അവിടെ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞാൽ 2 ബാത്റൂമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകൾക്ക് 10x10 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണുള്ളത്. മുകൾ ഭാഗത്തൊക്കെ നല്ല ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചുമരിൽ അലമാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗവും 3 അള്ളിയുടെ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ മുകൾ ഭാഗത്ത് കിളിവാതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. അടിഭാഗത്ത് ഇങ്ങനെ 2 ബെഡ്റൂമാണുള്ളത്. നല്ല നീറ്റായിട്ടുള്ളൊരു സൂപ്പർ വീടാട്ടോ. ഓരോ ഭാഗവും നമ്മൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എല്ലാ ഭാഗവും എല്ലാ മെറ്റീരിയൽസും ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു കള്ളപ്പണി എടുത്തിട്ടുള്ളത് വിൽക്കേണ്ട ആവശ്യത്തിനായിട്ട് കയറ്റിയിട്ടുള്ള ഒരു വീടല്ല. ചില യാദർശിക കാരണങ്ങളായിട്ടാണ് ഇവരിത് വിൽക്കുന്നത്. കിച്ചൺ അടിപൊളി കിച്ചൺ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ വേറെ ഉണ്ട്. ഇവിടെ ഒരു മിനി ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ല സെറ്റപ്പുള്ളൊരു കിച്ചണാണ്. നല്ല നീറ്റായിട്ടുള്ളൊരു കിച്ചൺ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ചെയ്തിട്ടുള്ളത് സെയിം ഹാളിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ടൈൽ തന്നെയാണ്. ഇവിടെ ഒരു കിച്ചൺ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് 2 സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് കബോർഡ് വർക്കുകൾ സ്റ്റോറേജുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബീമിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ ലൈറ്റ്സ് ഉണ്ട്. കിച്ചൺ സിങ്കിൻ്റെ ഈ ഒരു ഏരിയ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രില്ലെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം മുകൾ ഭാഗത്ത് റാക്കുണ്ട്. ഈ റാക്കിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് ഇതുപോലുള്ള ലൈറ്റ്സ് LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ. റൂമുകളൊക്കെ ഹാളായാലും കിച്ചണൊക്കെ ആയാലും നല്ല അത്യാവശ്യം നല്ല വലിയ സൗകര്യമുണ്ട്. ഇനി കിച്ചണിൻ്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കിണറുണ്ട്. കിണറിൻ്റെ ഡീറ്റെയിലൊക്കെ വരാം. ഇനി ഇതാണ് വീടിൻ്റെ മുകൾ ഭാഗം. മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണുള്ളത്. വലിയൊരു ഹാള്, ഒരു ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് പറകോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെയായിട്ട് കളർഫുൾ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയൊരു ഹാള് മുകൾ ഭാഗം. ഇവിടെ ഒരു ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ. സെയിം രീതിയിലുള്ള ടൈൽ തന്നെയാണ് മുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അടിയിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ സെയിം മോഡൽ ബാത്റൂം തന്നെയാണ് മുകളിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ 2 പാർട്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ സ്റ്റീലിനിട്ടൊന്നും പ്ലാസ്റ്റിക്കൊന്നുമല്ല. ടാപ്പുകളായാലും ഷവറുകളായാലും ഒന്നും പ്ലാസ്റ്റിക്കൊന്നുമല്ല. എല്ലാം നല്ല സ്റ്റീലിൻ്റെ ബ്രാസ് സീപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ക്ലോസറ്റൊക്കെ സാധാരണ നാടൻ യൂറോപ്യനല്ല, സൈഫോണിക് രീതിയിലുള്ള ആ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോസറ്റ് തന്നെ വെച്ചിട്ടുള്ളത്. മുകൾ ഭാഗത്തെ ബെഡ്റൂമാണിത്. ബെഡ്റൂമുകളെല്ലാം 10x10 സൈസിലാണ് കേട്ടോ. 2 ഭാഗവും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോസിൻ്റെ സെൻട്രലിലെ പൊളിയിൽ മുകൾ ഭാഗത്ത് കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിലെ അലമാരുണ്ട്. മുകൾ ഭാഗം റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. നല്ലൊരു സൂപ്പർ ഏരിയ കേട്ടോ. നല്ലൊരു വൈബായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ്. മുകൾ ഭാഗത്തേക്ക് ഓവർ ടാങ്കിൻ്റെ അവിടേക്ക് ഇവിടുതുപോലുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ ചുറ്റുഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ ഭാഗവും ഇതുപോലുള്ള കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് വാള് ഇത് കെട്ടിയിട്ടുള്ളത് ഹോളോ ബ്രിക്സ് അല്ല, അത് വെട്ടുകല്ല് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിൻഭാഗത്തായിട്ട് ഈ ഭാഗത്ത് അടുക്കളയുടെ ഭാഗത്താണ് കിണറിൻ്റെ സ്ഥാനം. അതുപോലെ തന്നെ ഇവിടെ അടുക്കളയുടെ ഭാഗത്ത് ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കിണർ വലിയൊരു താഴ്ചയൊന്നുമില്ലാത്ത കിണറാണ്. അടിഭാഗം അടുക്കുള്ള പാറയാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നല്ല ഏത് സമയം കൂളിങ്ങുള്ള വാട്ടറാണ്.
ഇനി ഇവിടെ ഒരുപാട് തൈകളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിവിടെ ഒരു ഒട്ടുമാവുണ്ട്, ഇവിടെ തെങ്ങിൻ തൈ ഉണ്ട്. അതായത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് വലിയ പഴക്കമില്ലാത്തൊരു വീടാണിത്. പിൻഭാഗത്തൊക്കെ ഒരുപാട് മരങ്ങൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 10 സെൻറ്റ് സ്ഥലം. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു അലക്കുകല്ലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ടോട്ടലി വീടിൻ്റെ ഉൾഭാഗത്ത് 2 ബാത്റൂം, പുറത്തൊരു ബാത്റൂം, അങ്ങനെ 3 ബാത്റൂമാണ് ഉള്ളത്, 3 ബെഡ്റൂം. ഇവിടെ സാധാരണ ഒറീസ പന്നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. 10 സെന്റ് സ്ഥലത്തെ 2 നില 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള 1480 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വീട്. കിണർ വെള്ളമുണ്ട്, ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള എല്ലാ ഭാഗവും ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ വീട്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വണ്ടൂർ റൂട്ടിലെ ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പോ ഇതിന്റെ 4 വീട് അപ്പുറത്തായിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട് കോഴിക്കോട് വലിയ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലാണ്. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്ഥലം ഏറ്റെടുത്തിട്ടത് ഈ കാണുന്ന ഈ 2 വീട് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ കാണുന്ന ഈ വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള ഈ വീട്. അപ്പോൾ ആ ഒരു ഏരിയ, ആ ഒരു ഭാഗത്തൂടെയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്നത്. ഈ പനൻ്റെ ഇടയിലൂടെ ആയിട്ട് ഇതിലെങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ സ്ഥലം ഏറ്റെടുക്കലൊക്കെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സർവേ കഴിഞ്ഞു, വർക്കുകൾ ആരംഭിക്കാറായി. ഇപ്പോൾ ഈ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ചുള്ള ഇതൊക്കെ അവർ ഒഴിഞ്ഞു കൊടുത്തതാണ്, സർക്കാരിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുത്തതാണ്. ഈ ഒരു ഭാഗത്തൂടെയാണ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നത്. അതായത് നമ്മൾക്ക് ഈ വീട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് വീട്ടിലിരുന്നാൽ കാണാൻ പറ്റും. ഇത്രയും അടുത്താണ് നമ്മുടെ ഈ ഹൈവേന്റെ വർക്ക് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. സ്ഥലത്തിന് അത്യാവശ്യം ഇപ്പോഴത്തന്നെ നല്ല മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഹൈവേയും കൂടെ അവിടെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ പ്ലേസ് ആയി. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 47 ലക്ഷം രൂപയാണ്. 10 സെന്റ് സ്ഥലമുണ്ട്. വലിയ പഴക്കമില്ലാത്ത നല്ല വൃത്തിയായിട്ടൊരു പുതിയ വീട്, അങ്ങനെ തന്നെ പറയാം. വലിയ പഴക്കമില്ലാത്ത വീടാണ്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 1480 സ്ക്വയർ ഫീറ്റിന്റെ ഉദ്ദേശിക്കുന്ന വില 47 ലക്ഷം രൂപയാണ്. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.